ഖത്തറിലെ ദോഹയിൽ വെച്ച് ഇന്നലെ നടന്ന ഇസ്രായേൽ ഫലസ്തീൻ ചർച്ചയ്ക്കിടെ അവിടെ ഫലസ്തീൻ നേതാക്കൾ കൊല്ലപ്പെട്ടു. ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇന്നലെ ശരിക്കും ഖത്തറിൽ സംഭവിച്ചത്? ഖത്തറിൽ സംഭവിച്ചേക്കുന്ന ഷിബിലി വേറൊന്നുമില്ല, സീരീസ് ആയിട്ടുള്ള പരമ്പരയായിട്ടുള്ള സ്ഫോടനമാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അത് കൃത്യമായിട്ട് ഇസ്രായേൽ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ പ്രധാനമന്ത്രി തന്നെ എക്സ്പോസ്റ്റിലൂടെ വിശദമാക്കി. ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത്, ഞങ്ങൾ താല്പര്യമെടുത്ത്, ഞങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഖത്തറിൽ നടന്നിട്ടുള്ള ആക്രമണം എന്നുള്ളത്. അദ്ദേഹം അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏൽക്കുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് ഇസ്രായേലി മാധ്യമങ്ങളുമൊക്കെ തന്നെ ഇന്ന് രാവിലെ തന്നെ അത്തരത്തിലുള്ള വിശദാംശങ്ങളുമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, CNN പോലെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അമേരിക്ക ഇത് അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അറിയാതെ അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടക്കില്ല. ഗസ ആക്രമിക്കുന്ന പോലെയല്ല, ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇത് മറ്റൊരു രാജ്യമാണ്, നമുക്കെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ 22 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന, 28 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ അറിയേണ്ടത് ഏതാണ്ട് 7 ലക്ഷം 8,30,000 വരുന്ന ഇന്ത്യക്കാരവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ദോഹയിലൊക്കെ ഒരുപാട് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിരവധി താമസിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഷിബിലി അറിയേണ്ടത് ഈ കണ്ണൂർ, കോഴിക്കോട് മേഖലയിലുള്ള ആളുകളൊക്കെ അവിടെ ഒരുപാട് പേരുണ്ട്. എറണാകുളത്ത് നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളടക്കം ബാധിക്കുന്നൊരു കാര്യമാണ് അവിടെ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. അറ്റാക്ക് നടന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള 7 നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന അവരുടെ ഉന്നതനായിട്ടുള്ളൊരു നേതാവ്, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഇവർ വരുന്നിട്ടുള്ള ആ ബിൽഡിംഗ് ആണ് ആദ്യം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ സിവിലിയൻസിനുള്ള അറ്റാക്ക് വളരെ കുറച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ പ്രിസൈസ് ആൻഡ് ഷാർപ്പായിട്ടാണ് അറ്റാക്ക് നടത്തിയത് എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാവരും പറയും, അങ്ങനെ പറയാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു സിവിലിയൻസിന് നമ്മൾ കുറച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അത് കറക്റ്റാണ്. പക്ഷേ അത്തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അല്ല, ഇതൊരു ആളുകൾ താമസിക്കുന്നൊരു ഏരിയയാണ്. ആ ഏരിയയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഷിബിലിയോട് പറഞ്ഞാൽ, ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എന്ന് പറഞ്ഞാൽ, മലയാളത്തിലേക്കൊന്നും ഇപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിൽ ഈ പറയുന്ന ഹമാസിൻ്റെ നേതാക്കളൊക്കെ തന്നെ അവിടെ താമസിച്ചിരുന്നു. ഈ ഹമാസിൻ്റെ നേതാക്കൾക്കൊക്കെ തന്നെ വലിയ തോതിൽ അവിടെ സൗകര്യം കൊടുത്തിരുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഇസ്മായിൽ ഹനിയൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കുന്ന ഫോട്ടോകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ റോൾസ് റോയ്സ് മേടിച്ചു എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്മായിൽ ഹനിയെ തന്നെ തട്ടിക്കളഞ്ഞത് നമുക്കറിയാമല്ലോ, മറ്റേ ഇറാനിൽ വെച്ചിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ബോംബ് അറ്റാക്കിലാണ് തട്ടിക്കളഞ്ഞത്. അതുപോലെ തന്നെ യാഹിയ സിൻവറിനെ തട്ടിക്കളഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. യാഹിയ സിൻവറിനെ തട്ടിക്കളഞ്ഞതൊക്കെ വലിയ ആവേശമുണർത്തുന്ന രംഗങ്ങളാണെന്നാണ് ദാവീദ് സാഹിബൊക്കെ ഇരുന്ന് മീഡിയ വണ്ണിൽ ഇരുന്ന് പറഞ്ഞത്. കാരണം തട്ടിക്കളയുമ്പോഴത്തേക്ക് ഏതോ കമ്പെടുത്ത് വലിച്ചെറിയുന്നു, അപ്പോൾ അത് ഭയങ്കര ആവേശമുണർത്തുന്നു, അത് നൂറ്റാണ്ടുകളോളം ആളുകളിൽ ആവേശമുണർത്തുന്നൊക്കെയാണ്. പക്ഷേ ഷിബിലി അറിയേണ്ടത് ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ഗസയിൽ വലിയ തോതിൽ അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരേതാണ്ട് അവസാന യുദ്ധത്തിലേക്ക് നടക്കുകയാണ്. കാരണം ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്നേക്കുമായിട്ടൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ള പ്രശ്നത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഗസയിൽ ഏതാണ്ട് നേതാക്കന്മാരെയൊക്കെ തന്നെ മയ്യത്താക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് മറ്റ് ഈ ദോഹയിലും ഖത്തറിലുമൊക്കെ താമസിക്കുന്ന ആളുകളെ കൂടി എന്ത് ചെയ്യുക, തട്ടിക്കളയുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി കൂടി അവർ ചെയ്തിട്ടുള്ളത്. അതിനവരേത് അറ്റം വരെ പോകും. ഇപ്പോൾ ആ ചെയ്ത് ചതിയല്ലേ, ഒരു സമാധാന ചർച്ചയ്ക്ക് വരുമ്പോൾ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ശരിയാണ്, തെറ്റാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്നുള്ളതാണ് അവരുടെ പോളിസി. ഇപ്പോൾ ഹോളോകോസ്റ്റൊക്കെ നടന്നിട്ടുള്ള നമുക്കറിയാമല്ലോ, ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞിട്ടുള്ളതിനെതിരെ അവരെങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അർജൻറ്റീനയിലൊക്കെ പോയി ജീവിച്ചിട്ടുള്ള ഒരു സൈന്യാധിപനെ കൊന്നുകളഞ്ഞത് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരച്ചിലിന് ശേഷം മൊസാദ് കൊന്നുകളഞ്ഞ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു യുദ്ധത്തിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇത് ഖത്തറിൽ പോയൊരു ആക്രമണം നടത്തുന്നത് പറഞ്ഞാൽ ഖത്തറിൽ ഇത് ഏതാണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം, മീറ്ററുകൾക്കപ്പുറയാണ് US-ൻ്റെ മിലിറ്ററി ബേസ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ US അറിയാതെ, ഖത്തറിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ US ആണ്. അപ്പോൾ US അറിയാതെ ഇതൊരു പണി നടക്കില്ല. US പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഖത്തറിലും ദോഹയിലും ഒക്കെ തന്നെ ഈ ഹമാസിൻ്റെ നേതാക്കൾക്ക് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തേക്കണം. കാരണം അവരായിട്ടൊരു ടോക്ക് നടത്താൻ എന്ത് ചെയ്യണം, ഒരു സൗകര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അറ്റാക്ക് നടന്നു അത് തന്നെയാണ്.
ഏതാണ്ട് ഭാഗികമായി ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ CNN അതുപോലെ ബാക്കിയുള്ള മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന മറ്റേ അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഷിബിലി സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല, പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുത്ത് കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾ നടപ്പിലാക്കിയ ഗംഭീരമായിട്ടുള്ള പദ്ധതിയാണെന്നാണ്. പിന്നെ 7 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അൽ ജസീറ ഹമാസ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തേക്കണം അങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. കാരണം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് സമ്മതിക്കാനൊന്നും ഒരു സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കണം, അതുപോലെ തന്നെ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം. അതുപോലെ ഗസ എന്ന് പറയുന്നത് ഇനി ഭരിക്കാൻ പോകുന്നത് അവിടുത്തെ ഹമാസിന് ഒരു പ്രാതിനിധ്യവുമില്ലാത്ത, നേരത്തെ നമുക്കറിയാമല്ലോ അവിടെ തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഇസ്മായിൽ ഹനിയൊക്കെ വലിയ തോതിൽ വോട്ട് നേടി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ അവർക്കൊന്നും പ്രാതിനിധ്യമില്ലാത്ത മറ്റൊരു സിവിലിയൻ ഭരണകൂടത്തെ സ്ഥാപിക്കണം, അവരുടെ എല്ലാ സുരക്ഷയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവരുടെ പോളിസി. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം ഏതാണ്ട് ഗസയൊക്കെ ഏതാണ്ട് തീരാറായപ്പോഴേക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്തു, മറ്റു രാജ്യങ്ങളിലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ ഇത് വീണ്ടും മുളപൊട്ടി വന്നേക്കാം എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. സാർ, ഇപ്പോൾ അമേരിക്കയുടെ അത്രയും അടുത്ത സുഹൃത്തും മിലിറ്ററി ബേസൊക്കെ ഉള്ള ഖത്തറിൽ ഇങ്ങനെ നടത്തുമ്പം ഖത്തറിന് അറബ് രാഷ്ട്രങ്ങൾക്ക് അതിലൊരു ഇതുണ്ടാവില്ലേ, അവർക്കൊരു എതിർപ്പുണ്ടാവില്ല, അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഷിബിലി, ഇതിനൊക്കെ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് മാനേജ്ഡ് ഷോയാണ്. ഇപ്പം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചരിത്രം പറയാൻ പോയാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ നടന്നിട്ടുള്ള വിമോചന സമരത്തിൽ CIA ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും ആദ്യമുണ്ടായിട്ടുള്ള താലിബാൻ അമേരിക്ക ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹമാസിനോടും പല സമയത്തും അമേരിക്ക പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ നിലപാടുകളാണ് മുഖ്യമായിട്ടുള്ളത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഇത് ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തൽക്കാലം, കാരണം അങ്ങനെ ഖത്തറിനോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഖത്തറിന് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ബാക്കിയുള്ള അതൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം പോട്ടെ, സൗദി അറേബ്യനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം ഇവരെന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷിതത്വം തന്നെ അമേരിക്കയുടെ കയ്യിലാണ്. പിന്നെ അമേരിക്ക പറയാതെ ഈ ഭൗമരാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന, ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം ഇസ്രായേൽ ഒരു പണിയും ചെയ്യില്ല. മനസ്സിലായോ? ഇസ്രായേലിൽ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അമേരിക്കയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനടക്കം, ഞാനിപ്പോൾ പേരുകൾ പറയുന്നില്ല, നേരത്തെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 10ഓളം വരുന്ന പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാർ അവരെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജൂതവംശജരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അമേരിക്കക്ക് തിരിച്ചും ഈ പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ്, അക്കാര്യത്തിലൊന്നും സാമാന്യ ബോധമുള്ള ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാവില്ല. സാറിപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ തന്നെ 8 ലക്ഷത്തോളം ആളുകൾ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക? അല്ല, നമ്മളെ ബാധിക്കാൻ പോകുന്നത് ഷിബിലി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള നിരവധി വീടുകളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം അവരുടെ നിരവധി ആളുകൾ ദോഹയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കുവൈറ്റിൽ ഏതാണ്ട് 5 ലക്ഷത്തിലധികം പേരുണ്ട്, ഖത്തറിൽ ഏതാണ്ട് 8,30,000 വരെ ആളുകൾ ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന 28 ലക്ഷം ആളുകൾ, 28.6 ലക്ഷം ആളുകൾ ഖത്തറിലുള്ളൂ. ആ ഖത്തറിലുള്ളതിലാണ് 8 ലക്ഷം എന്ന് പറയുന്നത്. എന്നാൽ 1/3 നമ്മുടെ ആളുകളാണ്. കുവൈറ്റിലുള്ളതിൽ ഏതാണ്ട് 40% നമ്മുടെ ആളുകളാണ്, ഇന്ത്യക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഇത് ബാധിക്കില്ലേ? ഒന്നാമത്തെ, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പെരുകുന്നു, അല്ലെങ്കിൽ അമേരിക്കയും ട്രംപുമായിട്ട് കയറ്റുമതി കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയും കൂടി ചെന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മളെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പിന്നെ ഇതൊരു കാര്യം. ഇനി രണ്ടാമത്തെ ഇതിനേക്കാൾ വലിയ ബാധിക്കുന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അതെന്താണെന്നറിയാമോ? അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും ഈ പറയുന്ന പോലെ ഒരു ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന കാര്യം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മളടക്കം നേരിടുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി പഴയ പോലെ ഒരു തുരുത്തായി മാത്രം ഒരു രാജ്യം ഇരിക്കാൻ പറ്റില്ല. ഗ്ലോബലി ഉണ്ടാകുന്ന ഏതൊരു കാര്യവും നമ്മളെ കൂടി എഫക്റ്റ് ചെയ്യും, അതുപോലെ ഇതും എഫക്റ്റ് ചെയ്യും. സാർ, ഇപ്പോൾ പറഞ്ഞ ഈ ആക്രമണം നടന്നതിന് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കിടയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കിടയിൽ ആക്രമണം നടത്തുക എന്നുള്ളത് ശരിക്കും ഒരു മര്യാദകേടല്ലേ? ഷിബിലി, ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2021 ഒക്ടോബർ 7 എന്നുള്ളത് മുതലാണ് ചരിത്രം എടുക്കുന്നതെങ്കിൽ നമുക്ക് ഹമാസ് ചെയ്തത് തെറ്റല്ലേ എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ ഇസ്രായേൽ രൂപീകരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ പലസ്തീൻകാർ അവിടെ താമസിച്ചിരുന്ന ആളുകൾ പുറന്തള്ളപ്പെടുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ചരിത്രത്തിൽ അത് തെറ്റാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇസ്രായേലിലെ ആളുകളൊക്കെ കൂടി കൊണ്ടുപോയിട്ട് കടലിൽ കളയലൊന്നും വൃത്തിയുള്ള കാര്യമല്ലല്ലോ.
നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു 70, 80, 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പോകുന്ന ആളുകളാണ്. നമ്മളിനി നമ്മുടെ ജീവിതം അങ്ങോട്ട് സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന പോലെ മറ്റേ മുഗളന്മാർ വന്ന് അമ്പലം തകർത്തു, എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് പോയി പള്ളി നടത്തണമെന്ന് പറഞ്ഞാൽ 400 കൊല്ലം മുമ്പുള്ള കാര്യവും പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെയുള്ള ആളുകൾ പോലും ഇത് ഡീപ്പായി പഠിച്ചിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഷിബിലി അറിയേണ്ടത്, ഞാനിതിൽ വളരെ കുറച്ചുകൂടി ഡീപ്പായി റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്. അദ്ദേഹം 2023 മുതൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇയർ ലാപ്പിഡ് എന്നാണ്. ഈ ഇയർ ലാപ്പിഡ് അവിടെ ഏതാണ്ട് 2022 മുതലുള്ള 181 ദിവസം മാത്രമേ ഒരു പ്രധാനമന്ത്രിയായിരുന്നുള്ളൂ. ആ പ്രധാനമന്ത്രിയായി ഇരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു UN സ്പീച്ച് കേട്ടിട്ടുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒരു 2 നേഷൻ തിയറിയാണ്. ആ 2 നേഷൻ തിയറി അംഗീകരിക്കുകയും ആ 2 നേഷൻ തിയറി അംഗീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും വേണം. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് പണം തരാം, ആരെ, ഗസയെ സഹായിക്കാൻ വേണ്ടി, വെസ്റ്റ് ബാങ്കിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ പണം തരാം, ഫലസ്തീനെ സഹായിക്കാൻ. നിങ്ങളവിടെ കൃഷി ചെയ്യൂ, നിങ്ങൾ ഒരുപാട് വലിയ നല്ല കാര്യങ്ങൾ ചെയ്യൂ, ഞങ്ങൾ സഹായിക്കാം. പക്ഷേ അവിടെ ഞങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി തരുന്ന പണം ഉപയോഗിച്ച് നിങ്ങൾ അവിടെ നിന്ന് റോക്കറ്റ് ഉണ്ടാക്കി കൃഷിയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അവിടെ റോക്കറ്റ് അയക്കല്ലേ എന്നാണ് പറയുന്നത്. ഇയർ ലാപ്പിഡ് ഇത് പറയുമ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്. അതിലൊരു മകൻ അത്ര സുഖമില്ലാത്ത ഒരാളാണ്, സുഖമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഓരോ സൈറൻ കേൾക്കുമ്പോഴും ഇദ്ദേഹം ബങ്കറുകളിലേക്ക് മകനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആളുകൾ വരികയാണെന്ന് പറയുമ്പോൾ ആ പയ്യൻ ഇദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ് പറയണത്, എന്തുകൊണ്ടാണ് വെച്ചാൽ അവർ നമ്മളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കുട്ടിയോട് ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹമാസ് ഉയർത്തുന്ന സൊല്യൂഷൻ അല്ല. ഹമാസ് അവിടെ ഫലസ്തീനിലെ ആളുകൾ തീർച്ചയായിട്ടും നീതി അർഹിക്കുന്ന ആളുകളാണ്, അവർക്ക് സമാധാനപരമായി ജീവിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, അവിടെ പട്ടിണി കിടന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യമൊക്കെ നമ്മൾ പറയുമ്പോഴും ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഇസ്രായേലിൽ നിന്നാണ്, ഭക്ഷണം കൊടുക്കുന്ന ഇസ്രായേലിൽ നിന്നാണ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഒരു 2 രാജ്യങ്ങളാക്കുകയും ആ 2 രാജ്യങ്ങളിൽ ഇനി അവശേഷിക്കുന്ന ആളുകൾ, ഇപ്പോൾ തന്നെ ഏതാണ്ട് അവിടെ നിന്ന് നിരവധി ആളുകൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു, ജോർദാനിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഇതിൻ്റെ ഇടക്കൂടി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഷിബിലി ചോദിച്ച ചോദ്യം ശരിയാണെങ്കിൽ ഇതിനിടക്കൂടി യാഹിയ സിൻവർ ഒരു പ്രസ്താവന നടത്തി. അതെന്താണ്, ഇസ്രായേൽ ഒരു തുടക്കം മാത്രമാണ്, അത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്. ഈ പറയുന്ന പോലെ മുസ്ലിം ബ്രദർഹുഡ് ലോകം മുഴുവൻ വ്യാപിക്കുകയും ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകം മുഴുവൻ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. അത് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരുപാട് ശരികൾ തെറ്റുകൾ ഇതിനകത്ത് പിണഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴുള്ള ഹമാസിന് ഒരിക്കലും ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഹമാസിനെ പോലെയുള്ള ആളുകൾക്കാണ് അവിടെ വലിയ പിന്തുണയുള്ളത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതല്ലാതെ ഇപ്പോൾ യാസർ അറാഫത്തായിരുന്നപ്പോൾ എല്ലാവരും തന്നെ പിന്തുണ കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ തള്ളിക്കളയലൊന്നും സാധ്യമാകുന്ന കാര്യമേ അല്ല. കാരണം അവർ പറയുന്നതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇവരുടെ പ്രസംഗങ്ങൾ പോലും കൃത്യമായി കേട്ട ഒരാളാണ്. ഇയർ ലാപ്പിഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അന്നത്തെ ആ പ്രസംഗം അദ്ദേഹം അവസാനിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം രാത്രി ഞങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ മേലുള്ള എല്ലാ നിയന്ത്രണവും എടുത്തു മാറ്റാം, ഞങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യാം, പരിഹരിക്കാം, ഞങ്ങൾ വേണമെങ്കിൽ അവർക്ക് പണവും കൊടുക്കാം. പക്ഷെ ഒറ്റ കാര്യം, ഞങ്ങൾക്ക് ആ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ഐക്യരാഷ്ട്രസഭ ഞങ്ങൾക്ക് ഉറപ്പ് നൽകണമെന്നാണ്. അപ്പോൾ അതുണ്ടാകണമെന്ന് ഉറപ്പ് കൊടുക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല എന്നുള്ളത് കൂടി വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം ഷിബിലി വലിയ സാമ്പത്തികമാണ്. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഖത്തർ അടക്കം തുർക്കി അടക്കം നിരവധി രാജ്യങ്ങൾ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ഹമാസിനൊക്കെ. ആ ഫണ്ട് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, സുഖലോലുപരായിട്ട് എന്ത് ചെയ്യുന്നു, പല തലങ്ങളിലും ജീവിച്ച് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അങ്ങനെ കെട്ടുപണഞ്ഞ് നടക്കുന്ന ഡീപ്പറായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന കാര്യമല്ല ഇത്.